ഹലോ ഗായ്സ്. അപ്പം നമ്മൾ നേരത്തെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നല്ല കേട്ടോ മാറിപ്പോയി. ഇനി നമ്മളൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ആക്ഷൻ എന്ന് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് നേരെ സാധനങ്ങളൊക്കെ നോക്കാം. അൺബോക്സിംഗ് ആണ്. ഫസ്റ്റ് നമുക്കുള്ളത് ഈ ഒരു മാറ്റ് പോലത്തെ സാധനമാണ്. കൈ വെച്ച് പൊട്ടിക്കാം. ഇത് ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട്. അത്രയും വലിയതായിട്ടാണ് ഇത്. അത്യാവശ്യം നല്ല ഫ്ലഫി ആയിട്ടും നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാറ്റാണ് ഇത്. ഇത് ഫസ്റ്റ് തിങ്. നമ്പർ 2 ഞാൻ വാങ്ങിച്ച സാധനമാണ് ഈ ഒരു പ്ലാനർ. അപ്പം എനിക്ക് വെക്കേഷനൊക്കെ വരുമ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ ഓൾറെഡി ഒരു റൊട്ടീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയാം അത് ചെയ്യത്തില്ലാന്ന്. അതുകൊണ്ട് എനിക്ക് വേണ്ട ഒരു ഒരു എന്താ ജേണലാണ്, ഒരു നോട്ട് പാഡ് സെറ്റാണ്. അപ്പം ഇതെനിക്ക് നല്ല രസമുണ്ട്. ഒരു പേസ്റ്റൽ ബ്ലൂ ഒക്കെ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ബ്ലൂ ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു നോട്ട് പാഡ്സ് ആണിത്. വീണ്ടും ഒരു നോട്ട് പാഡ് തന്നെയാണ് ഇത്. മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന് പറഞ്ഞ ഇതിലേക്ക് തന്നെയാണ്. കണ്ടോ, മോസ്റ്റ്ലി ഇങ്ങനത്തെ സാധനം എനിക്ക് ഇങ്ങനെ ശേഖരിച്ചിരിക്കാനൊന്നും ഇഷ്ടം, യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. അതെൻ്റെ ഒരു ഹാബിറ്റാണ്. ഇത് ഡെയിലി പ്ലാനറാണ്. ഇത് ടൈമുണ്ട്, ഡേറ്റ്, ഇവിടെ ടുഡേയ്സ് മോട്ടിവേഷൻ, ഇത് നോട്ട്സ്. ഇതാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഒരു സെറ്റ് ഇത് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. ആ ഒരു കളേഴ്സ് എല്ലാം കൂടി കൂടിയിട്ട്. അമ്മ ഇത് കണ്ടില്ലായിരുന്നു ഞാൻ വാങ്ങിച്ചത്. അപ്പം നെക്സ്റ്റ് ഈ ഒരു ഫോൺ ഹോൾഡറാണ്. നമ്മൾ ഈ കാറിലൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകണ്ട, നമുക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാം പുറത്തേക്ക് പോകുമ്പോൾ. അതാണ് ശരിക്കും ഇത് വാങ്ങിച്ചത്. ഇതും അമ്മ തന്നെയായിട്ട് വാങ്ങിച്ചത്. ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ അമ്മയായിരിക്കും വാങ്ങുന്നത്. പിന്നെ അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഗ്ലാസ്. കണ്ട് ഈ ഒരു ഗ്ലാസ് അമ്മ ഇതുപോലെ കുറേ ഗ്ലാസ്സൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ശേഖരിക്കും. ഇപ്പം ഇതൊരു വേറൊരെണ്ണം കൂടി വാങ്ങിച്ചിട്ട് അമ്മയ്ക്ക് എന്താന്ന് പറയുക, നമുക്ക് ഈ ഗ്ലാസ്സിനോട് വല്ലാത്തൊരു താല്പര്യമാണുള്ളത്. അപ്പോൾ ഇത് അമ്മ വാങ്ങിച്ചാണ്. ഇതുപോലെ നേരത്തെ ഒരു പ്രാവശ്യം ഇതുപോലത്തെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറെ രീതിയിലത്തെ. പിന്നെ ഡെസേർട്ടൊക്കെ വെക്കാം, ജ്യൂസൊക്കെ കുടിക്കാൻ പറയും. പക്ഷെ എന്നാലും ഇടയ്ക്കാണ് ഇത് യൂസ് ചെയ്യാൻ സമയത്തുള്ള അമ്മ. അത് പറഞ്ഞാൽ പിന്നെ കഴിക്കാം. രണ്ടാമത്തേത് ഈ ഒരു ഗ്ലാസ്സാണ്. ഇത് അമ്മ തന്നെ വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഒരു കുഞ്ഞതുണ്ട് ഇങ്ങനത്തെ, അത് അമ്മ വാങ്ങിച്ചു. പിന്നെ തൊട്ടൊരു 2 സെറ്റ് ഗ്ലാസ്സസാണ് അമ്മ വാങ്ങിച്ചത്. അമ്മ ഇതാണ് ഗ്ലാസ്, കുക്കിംഗ് ഐറ്റംസ് ഇതൊക്കെയാണ് അമ്മമാർക്ക് ഇഷ്ടം, സ്വാഭാവികം. ഇതും വാങ്ങിച്ചു. നെക്സ്റ്റ് ഇനി വേണമെന്ന് ഒരാഗ്രഹമായിരുന്നു ഗ്ലൂ ഗൺസ്. കാരണം ഇപ്പോൾ വെക്കേഷൻസ് എല്ലാം വരാൻ പോവാണ്. അപ്പം എനിക്ക് ക്രാഫ്റ്റിനോട് ഇപ്പോൾ വല്ലാത്തൊരു താല്പര്യം. അപ്പം അമ്മ എനിക്ക് വാങ്ങിച്ചതാണ് ഗ്ലൂ ഗൺ. ഇതിൻ്റെ കൂടെ ഗ്ലൂ സ്റ്റിക്സും കൂടി എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട് 10 ഇന്നത്തെ ഓർമ്മയുണ്ട്. എക്സ്ട്രാ 10 നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒന്ന് തീർന്നു പോയാലോ, ഞാൻ അതിൻ്റെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എക്സ്ട്രാ ഒരു ഗ്ലൂ സ്റ്റിക്കും ഗ്ലൂ ഗണ്ണും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇത് ഐസിങ് ബാഗ്. ഇത് നമ്മൾ മിക്കപ്പോഴും തിരാമസോ മൂസ് അങ്ങനത്തെ കുറച്ച് ഡെസേർട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അമ്മക്ക് വേണ്ട ഒരു സാധനമാണ് ഐസിങ് ബാഗ്. അപ്പം ഇത് അമ്മ 1-2 പ്രാവശ്യമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരെണ്ണം. ചേച്ചി പിന്നെയും ഒരു പ്ലേറ്റ്. ഇതും അമ്മയുടെ കലാപ്രസ്. അതൊന്നും പറയണ്ട, അമ്മ വാങ്ങിച്ചൊക്കെ തന്നെയാണ്. അമ്മ എത്ര കളക്ഷനിൽ പോയാലും ഇതുപോലെ ഇന്ത്യയിലൊക്കെ അമ്മ വാങ്ങിക്കണം. ഈ ഒരു പ്ലേറ്റും കൂടി അമ്മ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം ചാടിപ്പോയതാണ് ഈ ഒരെണ്ണം. ഇതാണെന്ന് നമ്മൾ ആദ്യം കഴിച്ച ഗ്ലാസ്. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഗ്ലാസ് അല്ല അമ്മയുടെ വീക്ക്നെസ്സാണ് ഗൈസ്. എന്താ ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സാണ്. അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട്. ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ചെങ്കിൽ ബാക്കി എൻ്റെ ഐറ്റംസിലേക്കും വരാം. ആദ്യം ഞാൻ വാങ്ങിച്ച സാധനമാണ് 2 സ്റ്റാമ്പ്സ് ഞാൻ വാങ്ങിച്ചായിരുന്നു. ഈ 2 ഈ 2 സ്റ്റാമ്പ്സ് കണ്ട ഈ ഒരു 2 സ്റ്റാമ്പ്സ് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അത് എന്നപ്പോഴാണ് ഓർത്ത് ഇതിന് വേണ്ടി ഇങ്കില്ല, സെപ്പറേറ്റ് ഇങ്ക് വാങ്ങേണ്ടി വന്നു. അതെ, ഈ ഒരു റെഡ്, പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡും പിങ്കും ലൈറ്റ് പിങ്കും, അതിൻ്റെ അടിയിലൊരു
ബ്ലാക്കും കൂടി ഇട്ട്. അപ്പോൾ ഈ ഒരു 1 2 3 5 ഷെയ്ഡ്സാണ് വരുന്നത്. അപ്പോൾ 5 ഇമ്പാക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ എന്താ ഞാൻ സ്വീക്കൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഡെക്കറേറ്റീവ് ജംസ്. കാരണം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, കണ്ടപ്പോൾ വില കുറഞ്ഞതായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് വാങ്ങിച്ചാൽ തന്നെ. അപ്പോൾ ഞാൻ വാങ്ങിച്ചു. പിന്നെ സ്പെഷ്യലായിട്ട് കാരണങ്ങളൊന്നുമില്ല കേട്ടോ, കണ്ടു ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ പല കളറിൽ നമുക്ക് കിട്ടും, പർപ്പിളുടെ, പിങ്ക് അങ്ങനത്തെ ഒക്കെ. കഴിഞ്ഞിട്ടൊരു ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. കുഞ്ഞ് ഡബിൾ സൈഡ് ടേപ്പാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഒരെണ്ണം വാങ്ങിച്ചു. ഇതിനെല്ലാം കാശ് കുറവായിരുന്നു, പക്ഷെ ലാസ്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര കാശായി പോയി. പിന്നെ എനിക്ക് വാങ്ങണമെന്ന് ഇങ്ങനെ ആദ്യത്തിരുന്ന സാധനമാണ് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ടേപ്പ്. കാരണം എനിക്ക് എന്തായിരുന്നു സ്റ്റിക്കേഴ്സ്, ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചത്, ട്രാൻസ്പെറൻറ്റ് ടേപ്പ്. പിന്നെ ഞാൻ ഡയമണ്ട് സ്റ്റിക്കേഴ്സ്, ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റോൺസ് ഒന്നും പറയും കേട്ടോ, റൈം സ്റ്റോൺസ് ഒന്നും കൂടി പറയും, പക്ഷേ ഇത് സ്റ്റിക്കേഴ്സാണിത്. ഇതിൻ്റെ മുമ്പ് ഇങ്ങനത്തെ ഒരെണ്ണം ഞാൻ കാണിച്ചു തന്നു. ഈ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പെൻസിൽസും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അമ്മ കണ്ടില്ല, അമ്മ ബാക്കി എന്നൊക്കെ കാണിക്കുന്നത്. ഇത് നല്ല ക്യൂട്ട്, എനിക്ക് എന്താ ക്യൂട്ട് ഐറ്റംസ് ആണെന്ന് എനിക്ക് എൻ്റെ മൈൻഡ് ഫുള്ളും പിന്നെ പോകും. അപ്പോൾ ഒരു റൈറ്റിംഗ് സെറ്റ് പോലത്തെ എന്താ പേനയും പെൻസിലെല്ലാം കൂടി മിക്സായിട്ടുള്ള ഒരു പെൻസിലാണ്, ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ എനിക്കിത് വാങ്ങണമെന്ന് തോന്നി, അപ്പോൾ ഞാൻ വാങ്ങണമെന്ന് തോന്നി. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു. ഇതാണ് ഇത് കഴിഞ്ഞിട്ടുള്ളത് 2 സ്റ്റിക്കേഴ്സാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് സ്റ്റിക്കർ വാട്ടർ കളർ എന്ന് പറഞ്ഞിട്ട് കണ്ട ഇങ്ങനത്തെ ഒരു അടിപൊളി ആയിട്ടുള്ളതാണ് നമ്മൾ വരുന്നത്. ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ വിചാരിച്ചൊന്ന് വാങ്ങാം. ഇത് വാട്ടർ കളറിൻ്റെ പോലത്താണ്. 25 പേജുണ്ട് കേട്ടോ. ഇതൊരു ഫാൻസിയാണ്. ഇതിനകത്ത് ഇതൊക്കെ ഇത് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി ഇത് വാങ്ങിച്ചു. ഇങ്ങനത്തെ കുറച്ച് എനിക്കിഷ്ടം. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റം കേട്ടോ. ABCDEFG ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ പല ടൈപ്പ് ഹേർട്ട്സും ഉണ്ട്, ലീവ്സ്, ഇത്ര ഐറ്റംസാണ് ഈ സ്റ്റിക്കേഴ്സ്. നമുക്ക് 4 ഐറ്റംസും കൂടി ഉണ്ട് നമുക്ക്. പിന്നെ ഞാനൊരു ടാക്കി ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലൂ വാങ്ങിച്ചു. കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഫെവിക്കോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തീർന്നു പോയി. അത് നല്ല ഞാൻ ലോങ് ലാസ്റ്റ് ചെയ്ത് വെച്ചു, പക്ഷെ അത് തീർന്നു പോയത് ഞാൻ പുതിയൊരു ഗ്ലൂവും കൂടി വാങ്ങിച്ചു. ഇതായിട്ട് പിന്നെ വാങ്ങിച്ചത് 2 ഫേസ് മാസ്ക് ആയിരുന്നു. അമ്മേനെ കണ്ടായിരുന്നു കേട്ടോ ഇത് വാങ്ങുന്നത്. 2 ഒരു ഫേസ് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാ പീച്ച് ഫ്രൂട്ടി ഫേസ് ആണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു ഫേസ് മാസ്ക് ആണ്. ഇതിൻ്റെയാണ് ഞാൻ മിക്കപ്പോഴും വാങ്ങുന്ന ഫേസ് മാസ്ക്. ഇതൊരു പീച്ച് ഫ്ലേവറിൻ്റെ ആണ്. ഇത് റോസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. കണ്ടപ്പോൾ നല്ല രസം തോന്നിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് അവരുടെ എൻ്റെ മോഡലിംഗ് ക്ലേ. നമ്മൾ നോർമലി മറ്റേ കളർഫുള്ളായിട്ടുള്ള ക്ലേസൊക്കെയാണ് വാങ്ങാറുള്ളത്. പക്ഷെ ഞാൻ ഒരു വീഡിയോയിൽ ലാബുബൂനെ ഉണ്ടാക്കണം കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ലാബുബൂനെ ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിച്ചത്. ഇത് വെച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമെന്ന് എൻ്റെ പ്രതീക്ഷ. അപ്പം ഞാനൊരു മോഡലിംഗ് ക്ലേയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളുടെ ആക്ഷൻ എന്ന് വാങ്ങിച്ചത്. ഇന്ന് കറൻ്റ് എനിക്ക് വേണ്ട എല്ലാം വാങ്ങിച്ചു തന്നു. അപ്പോൾ ഞാൻ ആ കിട്ടിയ അവസരം മുതലാക്കാതെ വിചാരിച്ചിട്ട് അതും ഇതെല്ലാം ഞാൻ എടുത്ത് വാങ്ങിക്കൂട്ടിയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ടോട്ടൽ അത്യാവശ്യം നല്ല കാശായിട്ടുണ്ട്. ഞാൻ കുഴപ്പമില്ല, എനിക്ക് ഇത്രയും സാധനം കിട്ടിയില്ലേ. ഐ എം സോ ഹാപ്പി. ഇനി എനിക്ക് അടുത്ത മാസത്തേക്ക് ഞാൻ ഒന്നും വാങ്ങാൻ പോണില്ല. കാരണം ഇതൊക്കെയാണ് എനിക്ക് വേണ്ട ഐറ്റംസ്. നല്ല തലയാട്ടുണ്ടാ സത്യമായിട്ടും. ഇത്ര ഐറ്റംസായിരുന്നു ഇന്ന് ഞങ്ങൾ വാങ്ങിച്ചത് ആക്ഷനിൽ നിന്ന്. ഇത്ര ഐറ്റംസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എനിക്ക് ഇതിനകത്ത് കണ്ടപ്പോൾ കൂടുതൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.